ഹായ് ഡിയേഴ്സ്, ഇന്ന് തിരുവോണം. എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. നമുക്കിന്ന് ഗോതമ്പ് പായസം ഉണ്ടാക്കാം, നുറുക്ക് ഗോതമ്പ് പായസം. അതിന് നമുക്ക് ഒരു തേങ്ങയുടെ പാലെടുക്കണം. ഒരു 3 പിടി ഉണ്ടായിരുന്നു തേങ്ങ. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കണം. 1-ാം പാൽ ഇത്തിരി തിക്കായിരിക്കണം, അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാൽ പിഴിഞ്ഞെടുക്കാം. നമ്മുടെ 1-ാം പാൽ റെഡിയാണ്. ഇനി ഈ പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. 2-ാം പാൽ എടുക്കാം. അത് ഇത്തിരി തിന്നായിരിക്കും. നമ്മളിപ്പം ഓണം സീരീസിൽ 3 പായസം ഇട്ട് കഴിഞ്ഞു. ചക്കപ്രഥമൻ, ചെറുപയർ പായസം, പിന്നെ സേമിയ പായസം. ഇതിപ്പോൾ നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് 1 ടീ ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് അരമണിക്കൂർ മുൻപ് കുതിർത്താനിടണം. അതിനുശേഷം നമുക്കതിനെ ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിലേക്ക് ഏത് ഗ്ലാസ്സിലാണ് ഗോതമ്പ് എടുത്തത് അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം എടുത്ത് 1 വിസിലിന് വേവിക്കുക. 1 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു 5 അച്ച് വെല്ലം ഇടുന്നുണ്ട്. ഈ വെല്ലം ഞാൻ നേരത്തെ ഉപയോഗിച്ചതാണ്, അരിച്ചുപയോഗിച്ചാണ്. അപ്പോൾ കല്ലൊന്നും കിട്ടിയില്ല, അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് ഡയറക്റ്റായിട്ട് ഇടുകയാണ്. ഈ ഗോതമ്പിനെ ഈ വെല്ലത്തിലിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ വെല്ലമെല്ലാം അലിയുമ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് റെഡിയാവും. വെല്ലം അലിയുമ്പം നമ്മുടെ പായസവും ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ ഈ ഒരു വെല്ലം ഒഴികെ ബാക്കിയെല്ലാം അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെല്ലവും അലിഞ്ഞു, ഗോതമ്പും വെല്ലവും നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ 2-ാം പാലും ഗോതമ്പും നല്ലപോലെ യോജിച്ച് വരട്ടെ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരുപാട് തിക്കാവരുത്, എന്നാലും നല്ലപോലെ വറ്റും വേണം. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ 1-ാം പാൽ വെച്ച് നമ്മൾ തിളപ്പിക്കുന്നില്ലല്ലോ, അപ്പം ഒരുപാട് തിക്കാവും പായസം. അതുകൊണ്ട് ഈ പരുവമാകുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാലിന് ശേഷം നമ്മൾ തിളപ്പിക്കുന്നില്ല, നല്ലപോലെ ചൂടായതും തീയൊന്ന് ഓഫ് ചെയ്യാം. പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇലയിലാണ് കഴിക്കുന്നത് എങ്കിൽ അത് ഇത്തിരി തിക്കായിരിക്കണം, ഒഴുകി പോകരുത് ഇലയിൽ നിന്ന്. നമ്മുടെ പായസത്തിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു അല്പം ഉപ്പും ഏലക്കായും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ പായസം ഗ്ലാസ്സിലാണ് കഴിക്കണമെങ്കിൽ ഇത്തിരി ലൂസാണെങ്കിലും കുഴപ്പമില്ല. ഇലയിലാണെങ്കിൽ തിക്കായിരിക്കണം. ഒരല്പസമയം അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു.